ഉദ്യോഗാർത്ഥികളെ എല്ലാവർക്കും പ്രചോദന അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ആശാ ഭരത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ വളരെ മർമ്മപ്രധാനമായ ഒരു ഭാഗമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങൾ. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം, എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്? മൗലിക അവകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഒരു പൗരന് സംരക്ഷിച്ചു നൽകുന്ന അല്ലെങ്കിൽ പരിരക്ഷ ഉറപ്പാക്കുന്ന നിയമത്തെയാണ് അല്ലെങ്കിൽ അവകാശത്തെയാണ് ഫണ്ടമെന്റൽ റൈറ്റ് അഥവാ മൗലിക അവകാശം എന്ന് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ മൗലിക അവകാശം എന്താണെന്ന് മനസ്സിലായി. ഞാൻ ഇപ്പോൾ റിട്ടിൻ്റെ ക്ലാസ്സിൽ ഞാൻ പറയുകയുണ്ടായി നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ജസ്റ്റീഷ്യബിൾ ആണെന്ന്. ജസ്റ്റീഷ്യബിൾ എന്ന് വെച്ചാൽ എന്താണ്? അവയിൽ ഏതെങ്കിലും ലംഘിക്കപ്പെട്ടാൽ നമുക്ക് കോടതിയെ സമീപിക്കാം. അത്തരത്തിൽ നമ്മൾ സമീപിക്കുമ്പോൾ കോടതി അത് സംരക്ഷിച്ച് നൽകുന്നതിന് വേണ്ടി ഉത്തരവിറക്കുന്നതിനെയാണ് റിട്ട് എന്ന് പറയുന്നതെന്ന് നമ്മൾ റിട്ടിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ജസ്റ്റീഷ്യബിൾ ആണ്. അവ ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ്. അപ്പോൾ ഈ മൗലിക അവകാശം എന്ന ആശയം ആദ്യമായി പ്രത്യക്ഷപ്പെട്ട് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച ഒരു പ്രാമാണിക രേഖ ഉണ്ടാക്കിയത് മാഗ്ന കാർട്ടയിലാണ്. അപ്പോൾ മാഗ്ന കാർട്ടയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ സംബന്ധിച്ച ഒരു റിട്ടൺ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് മാഗ്ന കാർട്ടയാണ്. 1215 ജോൺ സെക്കൻഡ് റണ്ണിമേഡ് മൈതാനത്തിൽ വെച്ച് ഒപ്പിട്ട ഒരു പ്രാമാണിക രേഖ. എന്തിനെ സംബന്ധിച്ച? മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച ഒരു പ്രാമാണിക രേഖയാണ് മാഗ്ന കാർട്ട. അപ്പം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് ഫണ്ടമെന്റൽ റൈറ്റിനെയാണ്. അപ്പം ഇന്ത്യൻ ഭരണഘടനയിൽ ഈ മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പാർട്ട് 3 അല്ലെങ്കിൽ ഭാഗം 3നെയാണ് മാഗ്ന കാർട്ട ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം അഥവാ പാർട്ട് എത്രയാണ്? പാർട്ട് 3. അപ്പോൾ പാർട്ട് 3 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പം മൗലിക അവകാശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന പാർട്ടാണ് പാർട്ട് 3. അപ്പൊ നമ്മുടെ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരെയാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇപ്പൊ സർദാർ വല്ലഭായ് പട്ടേൽ അദ്ദേഹത്തിനെയാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പൊ മാഗ്ന കാർട്ടയിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി ആദ്യമായി പ്രതിപാദിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതുപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് നമ്മുടെ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്. മൗലികാവകാശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന പാർട്ട് നമ്മൾ പറഞ്ഞു, പാർട്ട് 3. ഇനി ആർട്ടിക്കിളുകൾ അഥവാ വകുപ്പ് അഥവാ അനുച്ഛേദം 12 മുതൽ 35 വരെ 12 to 35 ഡീൽസ് വിത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ്. 12 മുതൽ 35 വരെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റി പ്രതിപാദിക്കുന്നത്. ഇതിൽ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഭരണഘടന ഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു? 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പം ഇതിൽ ഒന്നായിരുന്ന സ്വത്തവകാശത്തെ നമ്മൾ ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ നീക്കം ചെയ്തു. അപ്പം ഇപ്പോൾ ഓർക്കുക, ഇപ്പം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഉള്ളത്. അപ്പം ആ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതൊക്കെയെന്ന് നോക്കാം. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ, ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ എന്താണ്? റൈറ്റ് ടു ഇക്വാളിറ്റി, റൈറ്റ് ടു ഇക്വാളിറ്റി അല്ലെങ്കിൽ സമത്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഇക്വാളിറ്റി. ആദ്യം നമുക്ക് ഈ ആർട്ടിക്കിളുകളൊന്ന് 32 വരെയുള്ള ആർട്ടിക്കിളുകളൊന്ന് പറയാം. അതിനുശേഷം നമുക്ക് ഓരോന്നിനെയും ഡിസ്കസ് ചെയ്യാം. അപ്പം 14 മുതൽ 18 വരെ റൈറ്റ് ടു ഇക്വാളിറ്റി. അടുത്തത് ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ റൈറ്റ് ടു ഫ്രീഡം. 19 മുതൽ 22 വരെ റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം. 19 മുതൽ 22 വരെ റൈറ്റ് ടു ഫ്രീഡം. അടുത്തത് 23ഉം 24 റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ഇപ്പൊ റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിന് എതിരെയുള്ള അവകാശമാണ് 23, 24. ആർട്ടിക്കിൾ 23, 24 റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അപ്പം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ റൈറ്റ് ടു റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു റിലീജിയൻ. അപ്പോൾ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ റൈറ്റ് ടു റിലീജിയൻ. ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ
റൈറ്റ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ് 29 മുതൽ 30 വരെ. അടുത്തത് ആർട്ടിക്കിൾ 31. ഇതായിരുന്നു ഞാൻ മുമ്പ് പറഞ്ഞത് 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഈ ആർട്ടിക്കിൾ 31 നമ്മൾ എടുത്തു മാറ്റി ആർട്ടിക്കിൾ 300A ആഡ് ചെയ്തു. അതെന്താണ്? റൈറ്റ് ടു പ്രോപ്പർട്ടി, സ്വത്തവകാശമായിരുന്നു. അത് ആർട്ടിക്കിൾ 300A ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിപ്പോൾ എന്ത് റൈറ്റ് ആണ്? ലീഗൽ റൈറ്റ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, ലീഗൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ നിയമാവകാശമാണ്. അപ്പോൾ ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 എന്താണ്? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അപ്പോൾ ഡോക്ടർ BR അംബേദ്കർ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32 അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ ആർട്ടിക്കിൾ പറയുമ്പോൾ ചർച്ച ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഓർക്കുക, 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതൊക്കെയാണ്? 14 മുതൽ 18 വരെ റൈറ്റ് ടു ഈക്വാളിറ്റി, 19 മുതൽ 22 വരെ റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ആർട്ടിക്കിൾ 23 മുതൽ 24 വരെ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിന് എതിരെയുള്ള അവകാശം, 25 മുതൽ 28 വരെ റൈറ്റ് ടു റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ആർട്ടിക്കിൾ 29, 30 കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ആർട്ടിക്കിൾ 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം. ഇനി നമുക്ക് നോക്കാം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ ഓരോ ആർട്ടിക്കിളും നോക്കാം. റൈറ്റ് ടു ഇക്വാളിറ്റി. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ എന്താണ്? റൈറ്റ് ടു ഇക്വാളിറ്റി, സമത്വത്തിനുള്ള അവകാശം. റൈറ്റ് ടു ഇക്വാളിറ്റി ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. ആർട്ടിക്കിൾ 14 എന്താണ്? ആർട്ടിക്കിൾ 14 ഇക്വാളിറ്റി ബിഫോർ ലോ. ഇക്വാളിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്ന അവകാശമാണ് ആർട്ടിക്കിൾ 14 പറയുന്നത്. ഇക്വാളിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. അപ്പോൾ ആർട്ടിക്കിൾ 14 മനസ്സിലായി കാണും. ഇക്വാളിറ്റി ബിഫോർ ലോ. ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 15 എന്താണ്? പ്രൊട്ടക്ഷൻ ഫ്രം ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ബേസിസ് ഓഫ് കാസ്റ്റ്, കളർ, ക്രീഡ് എക്സെട്ര. അപ്പോൾ പ്രൊട്ടക്ഷൻ ഫ്രം ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ബേസിസ് ഓഫ് കാസ്റ്റ്, കളർ, ക്രീഡ് എക്സെട്ര. അപ്പോൾ ജാതി, വ്യക്തി, വർണ്ണ, മതഭേദമില്ലാതെ എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 15. അപ്പോൾ പ്രൊട്ടക്ഷൻ ഫ്രം ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ബേസിസ് ഓഫ് കാസ്റ്റ്, കളർ, ക്രീഡ്, പ്ലേസ് ഓഫ് ബർത്ത് എക്സെട്ര. ആരും ജനിച്ച സ്ഥലം, അവരുടെ ജാതി, വർണ്ണം, വർഗം ഇവയുടെ ഒന്നും പേരിൽ ഒരു വിവേചനവും പാടില്ല, എല്ലാവരും തുല്യരാണ് എന്ന് ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ അഥവാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 15. എന്താണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്? പ്രൊട്ടക്ഷൻ ഫ്രം ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ബേസിസ് ഓഫ് കാസ്റ്റ്, കളർ, ക്രീഡ്, പ്ലേസ് ഓഫ് ബർത്ത് എക്സെട്ര. അടുത്ത് നോക്കാം ആർട്ടിക്കിൾ 16. ആർട്ടിക്കിൾ 16 ഇക്വാളിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റി. ഇക്വാളിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റി, അവസര സമത്വം. സർക്കാർ ജോലികളിൽ എല്ലാവർക്കും തുല്യ അവകാശമാണുള്ളത്. അപ്പോൾ ഇക്വാളിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 16, അവസര സമത്വം. എല്ലാ അവസരങ്ങളും എല്ലാവർക്കും ഒരുപോലെയാണ്. അപ്പോൾ അവസര സമത്വം നൽകുന്നതാണ് ഇക്വാളിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റി, ആർട്ടിക്കിൾ 16. അടുത്തത് ആർട്ടിക്കിൾ 17, വളരെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. എന്താണ്? അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ നിരോധന നിയമം. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. അപ്പം മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ പാസ്സാക്കപ്പെട്ട ആർട്ടിക്കിൾ അഥവാ ഫണ്ടമെന്റൽ റൈറ്റ് ഏതാന്ന് ചോദിച്ചാൽ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആണ്. അപ്പം അയിത്തോച്ചാടനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, അയിത്തോച്ചാടന നിരോധനം. ആർട്ടിക്കിൾ 17 മനസ്സിലായി. ആർട്ടിക്കിൾ 18. ആർട്ടിക്കിൾ 18 എന്താണ്? അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്, പദവി നാമങ്ങൾ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 18. അപ്പോൾ ആർട്ടിക്കിൾ 18 എന്താണ്? അബോളിഷൻ ഓഫ് ടൈറ്റിൽ, പദവി നാമങ്ങൾ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 18. അപ്പം റൈറ്റ് ടു ഇക്വാളിറ്റി, സമത്വമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആർട്ടിക്കിൾ 14 ഇക്വാളിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്.
ആർട്ടിക്കിൾ 15 പ്രൊട്ടക്ഷൻ ഫ്രം ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ബേസിസ് ഓഫ് കാസ്റ്റ്, കളർ, ക്രീഡ്, പ്ലേസ് ഓഫ് ബർത്ത് എക്സെട്ര. അപ്പം ജാതി, വ്യക്തി, വർണ്ണ, വർഗ ഭേദമില്ലാതെ എല്ലാവരും നിയമത്തിന് മുന്നിൽ സമന്മാരാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 16 എന്താണ്? ഇക്വാളിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റി, അവസര സമത്വം, എല്ലാ അവസരങ്ങളും എല്ലാവർക്കും തുല്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് മണ്ഡൽ കമ്മീഷന്റെ ഒക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും വരുന്ന ഭാഗങ്ങളിൽ പറയുന്നതായിരിക്കും. ഇപ്പോൾ ഇത്ര മാത്രം ഓർത്താൽ മതി. ആർട്ടിക്കിൾ 16 ഇക്വാളിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റി, അവസര സമത്വം. ആർട്ടിക്കിൾ 17 എന്താണ്? അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, അയിത്തോച്ചാടന നിരോധനം. അപ്പൊ അയിത്ത നിരോധനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17 വളരെ ഇമ്പോർട്ടന്റ് ആണ്. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ പാസാക്കപ്പെട്ട ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 17, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. ആർട്ടിക്കിൾ 18 എന്താണ്? അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്, പദവിനാമ നിരോധന നിയമം, പദവി നാമങ്ങളെല്ലാം നിരോധിക്കുക എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 18. അപ്പൊ 14 മുതൽ 18 വരെ റൈറ്റ് ടു ഇക്വാളിറ്റി. അടുത്തത് ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം. ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് 19 മുതൽ 22 വരെ. ആർട്ടിക്കിൾ 19 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 6 ഫണ്ടമെന്റൽ റൈറ്റ്സ്, 6 മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ആർട്ടിക്കിൾ 19. അതുപോലെ തന്നെ ഇവിടെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് പത്രസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിക്കിൾ ഏതാണ്? പത്രസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് വരുന്ന വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 19 ആണ്. ആർട്ടിക്കിൾ 19 ആണ് പത്രസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പം ഈ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ആർട്ടിക്കിൾ 19 6 ഫണ്ടമെന്റൽ ഫ്രീഡം, 6 മൗലിക സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്നു. അത് ഏതൊക്കെയെന്ന് നോക്കാം. ആർട്ടിക്കിൾ 19(1)(a) അഭിപ്രായ സ്വാതന്ത്ര്യം, റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അഭിപ്രായ സ്വാതന്ത്ര്യം, റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. ബി സമാധാനപരമായി സമ്മേളിക്കാനുള്ള അവകാശം, സമാധാനപരമായി സമ്മേളിക്കാനുള്ള അവകാശം, സമാധാനപരമായി സമ്മേളിക്കാനുള്ള അവകാശം, അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് ആംസ്, സമാധാനപരമായി സമ്മേളിക്കാനുള്ള അവകാശം. സി എന്താണ്? ടു ഫോം അസോസിയേഷൻസ് ആൻഡ് ഓർഗനൈസേഷൻ, റൈറ്റ് ടു ഫോം അസോസിയേഷൻ ആൻഡ് ഓർഗനൈസേഷൻ, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം. അടുത്തത് 19 എന്താണ്? റൈറ്റ് ടു മൂവ് ഇൻ എനി പാർട്ട് ഓഫ് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ, ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. അപ്പൊ സഞ്ചാര സ്വാതന്ത്ര്യമാണ് ഡിയിൽ പറയുന്നത്. അടുത്തത് ഇ എന്താണ്? ഇന്ത്യയിൽ എവിടെയും താമസിക്കാൻ ഉള്ള അവകാശം, ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള അവകാശം, ടു റിസൈഡ് ആൻഡ് സെറ്റിൽ ഇൻ എനി പാർട്ട് ഓഫ് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ, ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള അവകാശത്തെ പറ്റി പറയുന്നതാണ് 19(e). അടുത്തത് 19(f) ഉണ്ടായിരുന്നു. അപ്പൊ 7 ഫണ്ടമെന്റൽ ഫ്രീഡംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഈ എഫ് എടുത്തു മാറ്റി. ഏത്? 1978 44-ാം ഭേദഗതിയിലൂടെ ഈ എഫ് എന്നുള്ള ഫണ്ടമെന്റൽ ഫ്രീഡത്തെ എടുത്തു മാറ്റി. അത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രോപ്പർട്ടി അക്വയർ ചെയ്യാനുള്ള അവകാശമായിരുന്നു. നമുക്ക് ലാൻഡ് ഒക്കെ അക്വയർ ചെയ്യാനുള്ള അവകാശവുമായി ബന്ധപ്പെട്ടായിരുന്നു ആർട്ടിക്കിൾ 19(f). അത് 44th അമെൻമെന്റിലൂടെ എടുത്തു മാറ്റി. അപ്പൊ അടുത്തത് നോക്കാം. ജി ആണ് അടുത്തത്. മാന്യമായി തൊഴിൽ ചെയ്യാനുള്ള അവകാശം, മാന്യമായി ഏത് തൊഴിൽ ചെയ്യാനുള്ള അവകാശത്തെയുമാണ് 19(g)യിൽ പറയുന്നത്. ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ ആണ് ആർട്ടിക്കിൾ 19(g)യിൽ പറയുന്നത്. ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ. അപ്പം 19 വരുന്ന 6 ഫണ്ടമെന്റൽ ഫ്രീഡംസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഒന്നും കൂടെ പറയാം. അഭിപ്രായ സ്വാതന്ത്ര്യം, സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, മാന്യമായി തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. അപ്പം നമുക്ക് ചെറിയൊരു കഥയിലൂടെ ഈ 6 ഫണ്ടമെന്റൽ ഫ്രീഡംസ് എങ്ങനെ ഓർത്തു വെക്കാമെന്ന് നോക്കാം. അപ്പം ഒരിടത്തൊരു യുവാവും ഒരു യുവതിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ യുവാവിന് യുവതിയോട് പ്രണയമാണ്.
യുവതിയാണ്. അപ്പം ഈ യുവതിയോട് എങ്ങനെയെങ്കിലും ഈ പ്രണയം അറിയിക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം അഭിപ്രായ സ്വാതന്ത്ര്യം എടുക്കുകയാണ്. അദ്ദേഹത്തിന് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ അദ്ദേഹം അവളോട് പറയുന്നു, നമുക്ക് പാർക്കിലോ ബീച്ചിലോ എവിടെയെങ്കിലും വെച്ച് സംസാരിക്കാമെന്ന് പറയുന്നു. അങ്ങനെ പുള്ളിക്കാരിയെ വിളിക്കുന്നു. അപ്പം ഒന്നാമത്തെ സ്വാതന്ത്ര്യമായി അഭിപ്രായ സ്വാതന്ത്ര്യം, പുള്ളിക്കാരന് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അഭിപ്രായം പറയാൻ വേണ്ടി യുവതിയെ വിളിക്കുകയാണ്. അപ്പോൾ സമാധാനപരമായിട്ട് അവർ പാർക്കിൽ വെച്ച് സമ്മേളിക്കുന്നു. അപ്പോൾ സമാധാനപരമായി സമ്മേളിക്കുമ്പോൾ പുള്ളിക്കാരൻ പറയുന്നു, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് പറയുന്നു. അപ്പോൾ യുവതി തിരിച്ചും പറയുന്നു, എനിക്ക് നിങ്ങളെ തിരിച്ചും ഇഷ്ടമാണെന്ന് പറയുന്നു. അപ്പോൾ അവർ തീരുമാനിക്കുന്നു, അവർ ഫാമിലിയായിട്ട് ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ അവിടെ വരുന്ന എന്താണ്, സംഘടന. അപ്പോൾ ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു സംഘടന അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്നൊക്കെ പറയാമല്ലോ. അപ്പോൾ ഒരു സംഘടന രൂപീകരിക്കാൻ തീരുമാനിക്കുന്നു, ഫാമിലിയായിട്ട് ജീവിക്കാൻ തീരുമാനിക്കുന്നു. അതിനുവേണ്ടി അവർ രണ്ടുപേരും കൂടി എന്ത് ചെയ്യുന്നു, ഒളിച്ചോടുകയാണ്. അപ്പം സഞ്ചാര സ്വാതന്ത്ര്യമായി അവർ ഒളിച്ചോടുകയാണ്. അവിടെ സഞ്ചാര സ്വാതന്ത്ര്യം വന്നു. അപ്പോൾ ഒളിച്ചോടി കുറേ ദൂരം ചെന്നു. അപ്പോൾ രാത്രിയൊക്കെ അപ്പോൾ ഇനി എവിടെയെങ്കിലും താമസിക്കണം. അപ്പോൾ അടുത്ത സ്വാതന്ത്ര്യം വന്നു, ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ അങ്ങനെ താമസിച്ചു. ദിവസങ്ങളൊക്കെ കഴിഞ്ഞു, കയ്യിലുള്ള പൈസയൊക്കെ തീർന്നു. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, തൊഴിൽ വേണം. ഏതെങ്കിലും ജോലിക്ക് പോയെങ്കിലേ ഫാമിലി ഇനി മുന്നോട്ട് പോകും. അപ്പോൾ അടുത്ത ഫ്രീഡവുമായി മാന്യമായി തൊഴിൽ ചെയ്യാനുള്ള അവകാശം. അപ്പം 6 ഫണ്ടമെന്റൽ ഫ്രീഡം ഈ കഥയിലൂടെ ഓർത്തിരുന്നാൽ മതി. ഒന്നാമത് എന്തായിരുന്നു, അഭിപ്രായം പറഞ്ഞു. എന്തഭിപ്രായമാണ്, ഇഷ്ടമാണെന്ന് പറഞ്ഞു. സമാധാനപരമായി അവർ സമ്മേളിച്ചു, സംഘടന രൂപീകരിക്കണമെന്ന് തീരുമാനിച്ചു. രണ്ടുപേരും കൂടെ സഞ്ചരിക്കുന്നു, ഒരുമിച്ച് താമസിക്കുന്നു. താമസിച്ചു കഴിഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞപ്പം തൊഴിൽ വേണമെന്ന ആവശ്യത്തിലൂടെ തൊഴിൽ ചെയ്യാൻ പോകുന്നു. അപ്പം ഈ ഒരു 6 ഫണ്ടമെന്റൽ ഫ്രീഡംസ് ഇനി നിങ്ങൾ മറക്കില്ല. ഈ ഹിന്ദികളിലൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഈ 6 ഫണ്ടമെന്റൽ ഫ്രീഡംസ് മനസ്സിലായി. അതിൽ ഓർക്കേണ്ടുന്ന ഒരു കാര്യം എന്താണ്, ഈ കഴിഞ്ഞാൽ പിന്നെ ജി ആണ് വരുന്നത്. എഫ് 44th അമെൻമെന്റിലൂടെ എടുത്തു മാറ്റിയിരിക്കുകയാണ്. ഇനി അടുത്തത് നോക്കാം, ആർട്ടിക്കിൾ 20. അപ്പോൾ ആർട്ടിക്കിൾ 20 അതൊരു ഫണ്ടമെന്റൽ റൈറ്റായ റൈറ്റ് ടു ഫ്രീഡത്തിൽ വരുന്നതാണ്. അതിൽ വരുന്ന ഒന്നാണ്, മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമം പാടില്ല. ഒരു വ്യക്തിയെ മുൻകാല പ്രാബല്യത്തോടെ അയാൾക്കെതിരെ ക്രിമിനൽ നിയമം പാടില്ല. അടുത്ത നോക്കാം, രണ്ടാമത്തത്, ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. എങ്ങനെ, ഒരേ കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. അപ്പം മൂന്നാമത് വരുന്നതാണ്, ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തന്നെ തെളിവ് നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല. ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തെളിവ് നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല. ഇത് ജസ്റ്റ് ഒന്ന് ഓർക്കണം. ആർട്ടിക്കിൾ 20 അപ്പം 3 കാര്യങ്ങളാണ് വരുന്നത്. മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമം പാടില്ല, ഒന്നിലധികം തവണ ഒരു വ്യക്തിയെ തന്നെ ഒരു കുറ്റത്തിന് ശിക്ഷിക്കാൻ പാടില്ല, ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തെളിവ് നൽകാൻ പ്രേരിപ്പിക്കാൻ പാടില്ല. അപ്പോൾ ആർട്ടിക്കിൾ 20 ജസ്റ്റ് ഒന്ന് ഓർക്കുക. അടുത്ത നമുക്ക് നോക്കാം ആർട്ടിക്കിൾ 21. അപ്പോൾ ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 21 പ്രൊവൈഡ്സ് റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി. ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആർട്ടിക്കിളാണ്. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21. എന്താണ്, റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി, ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. ഇവിടെ മറ്റൊരു ആർട്ടിക്കിൾ കൂടി ഓർക്കണം, ആർട്ടിക്കിൾ 21A. ആർട്ടിക്കിൾ 21A എന്താണ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21A. ഇപ്പോൾ ഓർക്കണം, ആർട്ടിക്കിൾ 21A എന്താണ്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ഇനി അടുത്ത പ്രധാനമായി വരുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 22. ആർട്ടിക്കിൾ 22 എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു എന്ന് ചോദിച്ചാൽ, ആർബിട്രറി അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ, കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 22. അപ്പോൾ 21, 22 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 21 എന്താണ്, റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി, ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. ആർട്ടിക്കിൾ 22 എന്താണ്, കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 22. ഇതിനിടയ്ക്ക് വരുന്നതാണ് ആർട്ടിക്കിൾ 21A. ഓർക്കണം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ഇത് നമ്മൾ അമെൻമെന്റ് പഠിച്ചപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ് ആർട്ടിക്കിൾ 21A. തീർച്ചയായിട്ടും ഈ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അമെൻമെൻറ്റുകളുടെ ക്ലാസ് കൂടി കാണണം. അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 21A നമ്മൾ അവിടെ പ്രതിപാദിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പം നമുക്ക് ആർട്ടിക്കിൾ 21A ഓർക്കാം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ. 22 എന്താണ്, കരുതൽ തടങ്കലിനെതിരെ പ്രതിപാദിക്കുന്ന നിയമമാണ് ആർട്ടിക്കിൾ 22. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് റൈറ്റ് ടു ഇക്വാളിറ്റി ആൻഡ് റൈറ്റ് ടു ഫ്രീഡം, സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ്.
അപ്പം സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തിൻ്റെ ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമുക്ക് 4 ഫണ്ടമെന്റൽ റൈറ്റ് കൂടി ഡിസ്കസ് ചെയ്യണം. അപ്പം അവയുടെ അനുബന്ധ വിവരങ്ങളും ഉൾപ്പെടുത്തിയ അടുത്ത ക്ലാസ് കാണാൻ മറക്കരുത്. അതുവരേക്കും ഹാവ് എ നൈസ് ഡേ ഫോർ യു. പ്ലാൻ ആൻഡ് പ്രിപ്പയർ വെൽ.